ജനുവരി 22, 2024 ഇന്ത്യയിലെ ഏറ്റവും വലിയ സെലിബ്രേഷൻ നടക്കണു ഇന്ത്യയിൽ. അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാൺ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സെലിബ്രേഷനെ കാണുന്നു. 1800 കോടി ചിലവാക്കി കെട്ടിയ ഒരു അമ്പലം, ഒരു ബിഗ് മാസീവ് ആയിട്ടുള്ള ഒരു ടെമ്പിളിന്റെ പ്രാൺ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് നടത്തുന്നു. അത് ബിഗ്ഗസ്റ്റ് സെലിബ്രേഷൻ ആയിട്ടാണ് ഇന്ത്യയിലുള്ള കുറേ പേര് കാണുന്നത്. അതേസമയം കുറേ പേര് ഡിസപ്പോയിന്റഡും ആണ്. ഈ ഒരു സെലിബ്രേഷൻ കാരണം കുറേ പേര് ഡിസപ്പോയിന്റഡ് ആണ്. കുറേ പേര് ന്യൂട്രൽ ആയിട്ടുള്ള അഭിപ്രായം, നോട്ട് ഹാപ്പി ബട്ട് നോട്ട് സാഡ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള സർ നരേന്ദ്രമോദി ഏറ്റെടുത്ത് നടത്തുന്നു. അതേ സമയത്ത് മൂപ്പരുടെ സ്പീച്ചിലൂടെ പറയുന്നു, റാം ദൈവത്തിനോട് പറയുന്ന പോലെ ഇത് വരാൻ കുറച്ച് വൈകിപ്പോയി, എന്നാലും ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള രീതിക്കുള്ള ഒരു സ്പീച്ചും കൊടുക്കുന്നു. ഒരു ബിഗ്ഗസ്റ്റ് എവർ സെലിബ്രേഷൻ, ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് കാണാം. ബിക്കോസ് അത്രയും വലിയൊരു ടെമ്പിൾ അവിടെ നിർമ്മിക്കപ്പെടുന്നു. ചുരുങ്ങിയ കാലഘട്ടത്തിൽ അത്രയും വലിയൊരു ടെമ്പിൾ നിർമ്മിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അതിന്റെ വലിയ ഒരു ഫംഗ്ഷൻ ആയിട്ട് നടത്തുന്നു. മോർ ദാൻ 10,000-ത്തിലധികം സെക്യൂരിറ്റി വെച്ച് 10,000 CCTV, അത്രയും സെലിബ്രിറ്റീസ്, നമുക്കറിയുന്ന സെലിബ്രിറ്റീസ്, രജനികാന്ത് ആയിക്കോട്ടെ, സച്ചിൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഹിന്ദി ബോളിവുഡിലുള്ള കുറേ പേര്, അങ്ങനെ 100-200 കണക്കിന് സെലിബ്രിറ്റീസ്, മോർ ദാൻ വേണമെങ്കിൽ പറയാം, അത്രയും സെലിബ്രിറ്റീസ് അറ്റൻഡ് ചെയ്ത് ഇതൊരു വലിയ ഫംഗ്ഷൻ ആയിട്ട് നടക്കുന്നു. ബട്ട് ഞാൻ പറഞ്ഞ പോലെ കുറേ പേര് ഇതിൽ ഡിസപ്പോയിന്റഡും ആണ്. ആക്ച്വലി എന്താ അയോധ്യയിലുള്ള പ്രശ്നം? ഈ ഒരു ബാബർ മസ്ജിദ്, ഈ ഒരു പ്രോബ്ലം ഇപ്പോ ഇന്നലെ ഒരു 2 വർഷം മുമ്പ്, ഒരു 10 വർഷം മുമ്പ് തുടങ്ങിയതല്ല. മേ ബി അതിന്റെ ചരിത്രം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 500 വർഷത്തെ ചരിത്രമുണ്ട് ഈ ഒരു ഇഷ്യൂവിന്. സോ അതിനെക്കുറിച്ച് ഈ 500 വർഷ ചരിത്രത്തെ ഒരു 10 to 15 മിനിറ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മാക്സിമം എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ആൻഡ് അതിന് മുമ്പായിട്ട് കുറേ കോൺട്രവേഴ്സീസ് ഉള്ള ഒരു വീഡിയോ, ഒരു ടോക്കും കൂടെ ആയിരുന്നു ഈ അയോധ്യ എന്ന് പറയുന്നത്. ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. സോ അതിലെ നമ്മൾ ഒരു സൈഡിലും നിൽക്കാതെ ഈ 2 കോൺട്രവേഴ്സി എന്തൊക്കെയായിരുന്നു, ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു ഡാറ്റയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ അബു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ബേസിക്കലി ഈ പ്രോബ്ലം എങ്ങനെയാ ക്രിയേറ്റ് ചെയ്തത്, ഓർ ഇവിടെ എന്താ നടന്നത് എന്ന് ഒന്നുമേ അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടി ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി പോലെ. ഓക്കെ, 500 years ago ബാബർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, നമ്മൾ ഹിസ്റ്ററി ബുക്കിലൊക്കെ കേട്ട ഒരു വ്യക്തി തന്നെയാണ്. മൂപ്പര് ആ ഒരു സ്ഥലത്ത് ഒരു വലിയ മാസീവ് ആയിട്ടുള്ള ഒരു പള്ളി, ഒരു മുസ്ലിം പള്ളി, മസ്ജിദ് കിട്ടുന്നു അവിടെ. 1528 ആ ഒരു 30 ആ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയൊരു പള്ളിയാണ് കേട്ടോ. അത് ഭയങ്കര വലിയൊരു പള്ളി. ആ ഒരു സമയത്ത് 1500 കാലഘട്ടത്തിൽ ബാബർ അത് കെട്ടുന്നു, നിർമ്മിക്കുന്നു. ആൻഡ് അതിനുശേഷം ഒരു 1800 കാലഘട്ടം, 1850 ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് വന്ന ആ ഒരു സമയത്ത് ആ അയോധ്യയിലുള്ള ഒരു ടോക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പേ ഉള്ള ഒരു ടോക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാബർ കെട്ടിയ ഈ ഒരു പള്ളി, ഇതിനു മുമ്പ് ഇവിടെ ഒരു രാമിന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു. സോ അത് ഇടിച്ചുകൊണ്ട് ബാബർ വന്ന് ഈ കെട്ടിയതാണ് ഈ പള്ളി. സോ ബേസിക്കലി ഈ അയോധ്യ എന്ന് പറയുന്നത് രാമിന്റെ ജന്മഭൂമിയാണ്. സോ ഇത് രാമന്റെ അമ്പലമാവാനാണ് ആവണം എന്നുള്ള രീതിക്കായിരുന്നു അവിടെയുള്ള ഒരു ചെറിയ ടോക്ക്. സർക്കാരിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ സ്പ്രെഡായി പോകുന്ന ഒരു ന്യൂസ് അതായിരുന്നു. 1800 ഒരു 2030 ആ ഒരു സമയത്ത് എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി തന്നെ കോടതിയിൽ പോയി. ആ ബ്രിട്ടീഷ് റൂൾ ചെയ്യുന്ന സമയമായിരുന്നല്ലോ, ആ സമയത്ത് ഒരു കേസ് എടുക്കണോ, ഇത് വന്ന് ബേസിക്കലി ഒരു രാം ജന്മഭൂമിയാണ്, സോ ഇവിടെ വന്ന് ഇപ്പൊ ഉള്ളത് ഒരു പള്ളിയാണ്. സോ ഇപ്പോ ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് അതിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ രീതിക്ക് ഒരു ടെന്റ് വെച്ച് ഞങ്ങൾ വന്നിട്ട് ഒരു പൂജ ആചാരങ്ങൾ അങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ ആ ബ്രിട്ടീഷ് ഒന്നും അത് വലുതായി കാര്യമാക്കില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വന്ന് അതിനെ തള്ളി വിടണം. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല, ബിക്കോസ് അവർ വന്ന പർപ്പസ് വേറെ ആയിരുന്നു. സോ അവർ ഈ കോൺട്രവേഴ്സീസിന്റെ ഉള്ളിലൊന്നും അവർ പോവാൻ താല്പര്യപ്പെട്ടില്ല, അത് തള്ളി മാറ്റുന്നു. ഓക്കെ, ഇതിലൊന്നും കാര്യമില്ലെന്ന് രീതിക്ക് അപ്പൊ അത് നടക്കുന്നില്ല. ആൻഡ് അതിനുശേഷം കുറേ ഇപ്പോൾ ഈ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ്, അതായത് ബാബർ ഈ ആ ഒരു പള്ളി കെട്ടുന്നതിന് മുമ്പ് അവിടെ വലിയൊരു അമ്പലം ഉണ്ടായിരുന്നു. സോ ആ അമ്പലം ഇടിച്ചുകൊണ്ടാണ് ബാബർ ഇത് കെട്ടിയത്. സോ ബേസിക്കലി ഇത് രാം ജന്മഭൂമിയാണ്. സോ അവിടെ വരേണ്ടത് ഒരു അമ്പലം തന്നെയാണ് എന്നുള്ള ഒരു കാര്യം സ്പ്രെഡായി പോണു.
ആൻഡ് അതിനുശേഷം 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതിനുശേഷം 1949 കേരളത്തിൽ നിന്ന് ഒരു ഓഫീസർ വന്ന് അവിടെ ഒരു പോസ്റ്റിൽ വരുന്നു. അയോധ്യ ആ ഒരു പോർഷനിൽ ഒരു പോസ്റ്റിൽ വരുന്നു. ആ ഒരു സമയത്ത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു വലിയൊരു പള്ളി ഉണ്ട് കേട്ടോ. ഈ ബാബർ മസ്ജിദ് എന്ന് പറയുന്ന ഒരു മാസീവ് ആയിട്ടുള്ള പള്ളിയാണ്. അതും 500 വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയ പള്ളിയാണ്. ആ പള്ളിനകത്ത് ഒരു രാം, അതായത് ബേബി റാമിന്റെ ഒരു സ്റ്റാച്ചു വന്ന് അതിൻ്റെ ഉള്ളിൽ വരുന്നു. അവിടെ നിന്ന് ഒരുപാട് കോൺട്രവേഴ്സീസ് വരുന്നു. ലൈക്ക് ഈ ഒരു പള്ളി ഇതിനു മുമ്പ് ഒരു അമ്പലം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. സോ അത് ഇടിച്ചിട്ടാണ് പള്ളി വന്നത് എന്ന് പറഞ്ഞു. അതേ സമയത്ത് ഇപ്പോ അവിടെ ഒരു സ്റ്റാച്ചു വന്നപ്പോൾ സോ ഇത് ഓട്ടോമാറ്റിക്കലി വന്നത്, അതായത് ഇത് ദൈവത്തിന്റെ ആണ് എന്നുള്ള രീതിക്കുള്ള ഒരു ടോക്ക് വരുന്നു. ചിലവർ പറഞ്ഞു ഇല്ല ഇത് ആരോ കൊണ്ട് വെച്ചതാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞു. അത് ബന്ധപ്പെട്ട് കുറച്ച് പേരിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഈ ഓഫീസർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇത് അവിടെ കൊണ്ടുവന്ന് വെക്കാൻ, മൂപ്പര പെർമിഷൻ തന്നത് അല്ലെങ്കിൽ മൂപ്പര പറഞ്ഞത് എന്ന് പറയുന്നത്. ആ ഓഫീസറിന്റെ പേര് KK നായർ എന്നായിരുന്നു. ഇത് നടക്കുന്നത് 1949 ആൻഡ് 1990 സോ ഇതൊരു വലിയ കോൺട്രവേഴ്സി ഉണ്ട്. ആലോചിച്ച് നോക്ക്, പള്ളിയിനകത്ത് ഒരു സ്റ്റാച്ചു, ഒരു രാമന്റെ ഒരു സ്റ്റാച്ചു വരുന്നു. സോ ഇതിനു മുമ്പ് അമ്പലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. സോ ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. 1990 കാലഘട്ടത്തിൽ എന്താവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടക്കണം. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇത് രാം ജന്മഭൂമിയാണ്, ഇപ്പൊ ഇവിടെ ഉള്ളത് ഒരു മസ്ജിദ്, ഒരു പള്ളിയാണ്, ആൻഡ് ഇത് ഒരു അമ്പലമായി മാറണം എന്നുള്ള ഒരു കാര്യം അടിസ്ഥാനം വെച്ചുകൊണ്ട് ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടക്കണം. ആൻഡ് അതിനുശേഷം കോടതി ഇടപെടുന്നു. കുറെ പേര് അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ഇത് പൂട്ടിയിടുന്നു. അതായത് പള്ളിക്കും വേണ്ട അമ്പലത്തിക്കും വേണ്ട എന്നുള്ള രീതിക്ക് പൂട്ടിയിടുന്നു. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ ചേർന്ന് പോയി ആ പള്ളി, അതായത് 500 വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയ ഈ ഒരു പള്ളി തകർത്ത് മണ്ണോട് മണ്ണാക്കുന്നു. അതിനുശേഷം കോർട്ട് കേസ് എന്നൊക്കെ പറഞ്ഞ് പോയോ, ബിക്കോസ് ഇത് വലിയ കോൺട്രവേഴ്സിയാണ്. സോ അവരുമേ ഡിസൈഡ് ചെയ്യണം, ശരി ഓക്കെ ഇവിടെ ഇപ്പോൾ ഒരു പള്ളി ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമേ ഇടിച്ചു. അവിടെയുള്ള കുറെ പേര് ചേർന്ന് ഒരു പ്രൊട്ടസ്റ്റ് പോലെ നടന്ന ആ ഒരു പള്ളി ഇടിച്ചു. ബട്ട് എന്നാലും ഈ പള്ളി കെട്ടുന്നതിന് മുമ്പ് റിയലി ബാബർ വന്ന് ഒരു അമ്പലം ഇടിച്ചുകൊണ്ടാണോ ഈ പള്ളി കെട്ടിയത്? അത് ആർക്കിയോളജിക്കൽ രീതിക്കുള്ള ഒരു റിസർച്ച് നടത്താനായിട്ട് കോടതി പറയണോ. ആൻഡ് അത് വന്നിട്ട് ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഇതിനു മുമ്പ് ഒരു അമ്പലം ഉണ്ടായിരുന്നതിന്റെ പ്രൂഫ് ഞങ്ങളുടെ അടുത്ത് ഉണ്ട്, ഇവിടെ കാണുന്നുണ്ട്. സോ അപ്പൊ കോടതി ഡിസൈഡ് ചെയ്യണോ, ഓക്കെ ഈ ഒരു സ്ഥലത്ത് വന്ന് അമ്പലം കെട്ടാം, ആൻഡ് ഇതിന് മാറി കുറച്ച് വേറൊരു സ്ഥലത്തേക്ക് അതേസമയം ഒരു വലിയൊരു മസ്ജിദ്, ഒരു പള്ളി കെട്ടാനുള്ള ഒരു സ്ഥലവും അതുപോലുള്ള കാര്യങ്ങളും കൊടുക്കണം എന്നുള്ള രീതിക്ക് പറയണം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാം. 2020 ആദ്യമായിട്ടുള്ള കല്ല്, ഈ അമ്പലം കെട്ടാനുള്ള കല്ല് വെക്കുന്നു സാർ നരേന്ദ്രമോദി. സോ ഇപ്പോ അവിടെ അതേ സമയത്ത് ഒരു പള്ളി കെട്ടിക്കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ആ പള്ളിന്റെ ഒരു പ്രോസസ്സും ആയിട്ടില്ല. അതിന്റെ ലാൻഡിലുള്ള ഇഷ്യൂ, ഫണ്ടിങ്ങിനുള്ള ഇഷ്യൂ, അങ്ങനെ പറഞ്ഞ ഇഷ്യൂ ഉണ്ട്. സോ ഈ ഒരു സൈഡ് രണ്ടും ഒരേ സമയത്ത് നടക്കണു. ഈ ഒരു സൈഡ് ഇപ്പൊ ആൾറെഡി അമ്പലത്തില് ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞു, ബട്ട് ഈ ഒരു സൈഡ് ഇവിടെ ഒന്നുമേ ഇല്ല. സോ ഇതുകൊണ്ടും കുറെ പേർക്ക് ഡിസപ്പോയിന്റഡ് ആവണം, കുറെ മുസ്ലിംസ് ഡിസപ്പോയിന്റഡ് ആവണം. ബിക്കോസ് 500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പള്ളി എന്ന് പറയുമ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള, പള്ളി എന്നുള്ള ബേസിക് ആയിട്ട് ഒരു സ്ട്രക്ചർ, അവിടെ ഒരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നു. 500 ഇയേഴ്സ് ആയിട്ട് ഭൂമിയിലെ പല ഡിസാസ്റ്ററും പല കാര്യങ്ങളും കടന്നു നിൽക്കുന്ന, ഇപ്പോഴും നമ്മൾ ആ ഒരു സമയത്ത് പോയാൽ അത് അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പിക്ചേഴ്സ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ പല ഡിസാസ്റ്റേഴ്സും കഴിഞ്ഞും ആ ഒരു ആർക്കിടെക്ചർ അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കായിരുന്നു. കാരണം ഇപ്പോ അത് ആൾറെഡി ഇടിച്ചു കഴിഞ്ഞു. സോ കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞ കുറെ പേര് ഇത് ഡിസപ്പോയിന്റഡ് ആവണം. ശരി തന്നെയാണ്. ഇന്ത്യന്റെ പുറത്തായിക്കോട്ടെ, ഇതൊരു നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം തന്നെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരുന്നു. ബട്ട് അത് നടന്നില്ല. ഒബ്വിയസ്ലി അത് നടന്നില്ല. സോ പക്ഷെ ഇപ്പൊ കിട്ടിയ അമ്പലവും ചെറിയ അമ്പലം ഒന്നല്ല കേട്ടോ, ഭയങ്കര വലുതായി മാസീവ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ആൻഡ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയ അമ്പലം, അവിടെയുള്ള സ്ഥലം ജിയോളജിക്കലി വന്നിട്ട് ആ ഒരു സ്ഥലത്ത് വലിയൊരു സ്ട്രക്ചർ കെട്ടാൻ പറ്റാത്ത ഒരു സ്ഥലം, ബിക്കോസ് അവിടെ കുറെ ഭൂചലനങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലവും കൂടെ ആയിരുന്നു. ബട്ട് കുറെ ചാലഞ്ചസ് ഫേസ് ചെയ്ത് കുറെ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോൾ അവിടെ ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ടെമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. വൺ ടൈം നമ്മൾ അത് വിസിറ്റ് ചെയ്ത് അതിനകത്ത് ആ ചെയ്ത ഓരോ കാര്യങ്ങളും അത്രയും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ഒന്നും കളയാനേ പറ്റില്ല. 1800 കോടി ചിലവഴിച്ച് കെട്ടിയ ഒരു ടെമ്പിളും കൂടിയാണ്. മാസീവ് ആയിട്ടുള്ള ടെമ്പിൾ ആണ്. അതിൽ ഒന്നും തന്നെ പറയാനില്ല. ഇന്ത്യ മൊത്തം ഞാൻ പറഞ്ഞില്ലേ ഒരു ആഘോഷമായിരുന്നു പ്രാൺ പ്രതിഷ്ഠ. ആൻഡ് അത് മാത്രമല്ല
ഈ ചടങ്ങ് ആരംഭിക്കുന്നത് ജനുവരി 16 മുതലാണ്. സോ ആ സമയം മുതലേ നമ്മുടെ പ്രധാനമന്ത്രി ഒരു വ്രതത്തിലായിരുന്നു. ലൈക്ക് ചെരുപ്പിടില്ല, അതുപോലെ തന്നെ ബെഡിൽ കിടക്കില്ല, നിലത്ത് തന്നെ കിടക്കുക, ദെൻ ഇളനീർ കുടിച്ചുകൊണ്ട് അങ്ങനെ അതുപോലെ തന്നെ കുറേ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യണം മൂപ്പർ. ഫൈനലി ഇന്നലെയായിരുന്നു പ്രാൺ പ്രതിഷ്ഠ. സോ ബേസിക്കലി ഈ ചടങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്ന് റാമിന്റെ ജന്മഭൂമി ആയതുകൊണ്ട് ആ ഒരു സ്റ്റാച്ചു, ഒരു ബേബി റാമിന്റെ സ്റ്റാച്ചു അവിടെ കൊണ്ടുപോയി വെച്ച് കുറെ ചടങ്ങുകൾക്ക് ശേഷം ബേബി റാമിന് ലൈഫ് കൊടുക്കുന്ന പോലെ ഒരു ചടങ്ങായിരുന്നു. ഓക്കെ, വലിയ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ ഒക്കെ നടന്നു. കോൺട്രവേഴ്സീസ് എന്തൊക്കെയാണ്? ഇത് ജനുവരി 16 മുതൽ ഉണ്ടായ കോൺട്രവേഴ്സീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ആൾ 2020 ഇതിൽ ഫസ്റ്റ് കല്ല് വെച്ച് ആ ഒരു ചടങ്ങ് തുടങ്ങുന്നു. ഓക്കെ, 2020 മുതലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. അതിനുശേഷം കോവിഡ് വന്നു. സോ 2024 തുടക്കം ജനുവരി 22 ആയിട്ടുള്ളൂ. ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ കോവിഡ് ഒക്കെ വന്ന് കുറേ കാര്യങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു 3 ഇയേഴ്സിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ഇത്ര വലിയ സ്ട്രക്ചർ കിട്ടിത്തീർത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ സ്ട്രക്ചർ മൊത്തമായിട്ട് 3 ലെയർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിൽ ഒരു ലെയർ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ബാക്കി 2 ലെയർ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന്റെ പണി ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് കോൺട്രവേഴ്സീസ് വരുന്നത്. സോ പൂർണ്ണമായി കെട്ടിക്കഴിയാത്ത ഒരു അമ്പലത്തിൽ പ്രാൺ പ്രതിഷ്ഠ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കുറച്ച് പേര് ഇതിനെ എതിർക്കുന്നു. ഇനിയൊരു സൈഡ് ഓഫ് പീപ്പിൾസ് വന്ന് പറയണു, ഓക്കെ 4-5 മാസത്തിൽ ഇനി ഇലക്ഷൻ വരല്ലേ, സോ അതിനു മുമ്പുള്ള ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ അല്ലേ ഇത് എന്ന രീതിക്ക് കുറച്ച് പേര് പറയുന്നു. ആൻഡ് കുറച്ച് മെയിനായിട്ട് മുസ്ലിംസ് ഇവിടെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നത് ഇടിച്ചതേ തെറ്റായിരുന്നു. സോ അവർ അക്സെപ്റ്റ് ചെയ്യാത്ത കുറച്ച് പേരും കൂടെ ഇതിലുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സൈഡിൽ മസ്ജിദിന് വേണ്ടി ഒരു സ്ഥലം കുറച്ച് മാറി അവിടെ കൊടുക്കുന്നു. ബട്ട് അവിടെ ഇപ്പോഴും ഒരു പ്രോഗ്രസ്സും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ഉള്ളവർക്ക് ആ ഒരു മുസ്ലിംസ് റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. ആൻഡ് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഒരു ടെമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, വലിയ ഏക്കർ ഓഫ് ഒരു ക്യാമ്പസ്, അവിടെ തന്നെ പല ഫെസിലിറ്റീസും പല കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ടെമ്പിൾ ആണ് ഇത് അയോധ്യയിലുള്ളത്. സോ ഫൈനലി ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 ടൈപ്പ് ഓഫ് കോൺട്രവേഴ്സീസ്. ഈ അമ്പലം പൂർത്തിയാക്കിയിട്ടില്ല, അതിനു മുമ്പ് ഈ ചടങ്ങ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു കുറച്ച് പേര്, സോ ഇതൊക്കെ ഇലക്ഷന് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്ന കുറച്ച് പേര്, ആൻഡ് റിലീജിയസ് ആയിട്ട് കുറച്ച് പേര്. സോ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് അതിന് ശേഷം ഒരു ചെറിയ 2 കാര്യങ്ങൾ കൂടെ. അതായത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലോഗൻ നമുക്ക് ഇന്റർനെറ്റ് ത്രൂ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാനായിട്ട് പറ്റും. മധുര കാശി ബാക്കി ഹെ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരയിലും കാശിയിലും ഇനി ബാക്കി പള്ളിയുണ്ട്, ഇനി നമുക്ക് അവിടെ പോവാ എന്നുള്ളൊരു സ്ലോഗൻ. സോ അത് പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ ലൈക്ക് കൈൻഡ് ഓഫ് നോട്ട് എ ഗുഡ് വൺ, റൈറ്റ്? ആൻഡ് അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ഒരു ചർച്ചിൽ വന്ന് മേലെ കയറി ആ ഒരു ക്രോസ് ഉണ്ടാവില്ലേ, ക്രോസിനെ തകർത്ത് അവിടെ ഒരു ഫ്ലാഗ് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം, മേ ബി ഇന്റർനെറ്റിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ടാവും. സോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ചിലവരുടെ സൈഡിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേ സമയത്ത് നമ്മൾ ഇതൊരു വലിയ സെലിബ്രേഷൻ ആയിട്ട് കാണുന്നവരുണ്ടാവാം, കാണാത്തവരുണ്ടാവാം. സോ എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കൂൾ സമയത്തൊക്കെ ഒരു പ്ലഡ്ജ് ഒക്കെ എടുക്കും, ലൈക്ക് കൈൻഡ് ഓഫ് ആൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. 2024 ഇന്ത്യ തന്നെ ബ്ലാക്ക് ഹോൾ, അതായത് സ്പേസിലുള്ള ബ്ലാക്ക് ഹോളിനെ റിസർച്ച് ചെയ്യാനുള്ള ഒരു സാറ്റലൈറ്റ് വിടുന്നു. അതേ സമയത്ത് റിലീജിയസ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഭൂമിക്ക് പുറത്ത് പോയി ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും ഒരു സിവിലൈസേഷൻ ആണ്, ഹ്യൂമൻ സിവിലൈസേഷൻ. ആൻഡ് അതേ സമയത്ത് ഇന്ത്യക്കകത്ത് വന്നു കഴിഞ്ഞാൽ പല റിലീജിയസ് ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിലീജിയൻ, ഞാൻ വിശ്വസിക്കുന്ന റിലീജിയൻ, വി ആർ ആൾ ഇന്ത്യൻസ്. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ജയ് ഹിന്ദ്.